Excuse me. Yes. എന്റെ രേഖ PP. കോശി നിങ്ങൾ ഇവിടെ വന്നോ? കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ഒരു ചെറിയ തടി കിട്ടി അതിനകത്തോട് ഒഴുകി ഇവിടെ വന്നതാ. ആട്ടെ കഴിച്ചു. രാവിലെ തന്നെ 4 കുറ്റി പുട്ടും പിന്നെ ഒരു 5-6 ഏത്തപ്പഴം പുഴുങ്ങിയതും. അയ്യോ, പള്ളക്കകത്തോട്ട് കയറിയ കാര്യമല്ലേ ചോദിച്ചത്, കല്യാണം കഴിച്ചോന്ന്. അതും കഴിഞ്ഞു. അയ്യോ, എന്തു പറ്റി? ഒന്നുമില്ല, കൂട്ടവെടി എന്റെ നെഞ്ചിലോട്ട് തറഞ്ഞു കയറിയതാ. ഭർത്താവ് ഇല്ല. എപ്പോഴൊക്കെ ഇല്ല, ഗൾഫിലാണോ ഉദ്ദേശിച്ചത്? മനസ്സിലായില്ല? മറന്നു അല്ലേ? ആരാണ്? സുന. ഏത് സുന? പഴയ ദിയാ സുന. ദിയാ സുന ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്താണ്? ഈ പരിപാടിയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തി. സാറേ ഇതിനൊക്കെ പറഞ്ഞു വിടും, ഇതൊക്കെ പഴയത്, പറഞ്ഞു വിടും. ആരാ പഴയത്? ആര് പഴയത്? നിനക്ക് ഇതിനു മുമ്പ് എന്നെ അറിയാമോ? അടിച്ച് കവാലടിക്കാൻ പോട്ടെങ്കിൽ ഞാൻ നിനക്ക് എന്റെ സ്വഭാവം അറിയത്തുണ്ടാ. ലൈവിലിരുന്നാടാ, ലൈവിലിരുന്നാ നിന്റെ കുടുംബത്തെ പിന്നെ നിനക്ക് ചെന്ന് കയറാൻ പറ്റുമോ? പൊളിച്ച്. ആര് എന്റെ ചക്കര? നിനക്ക് എന്നെ അറിയാമോ? നിന്റെ കൂടെ ഞാൻ പണിക്ക് വന്നിട്ടുണ്ടോ? പെങ്ങളെ ഞാൻ അറിയാണ്ട് പറഞ്ഞു. നിന്റെ അമ്മ പ്രസവിച്ചതാ എന്നെ പെങ്ങളെന്ന് വിളിക്കാൻ? ആണോ? ആണാ സുന, നമ്മളിപ്പോ എടുത്തു കഴിഞ്ഞു സുന, ഇവിടെ ആൾക്കാരൊക്കെ എടുത്തു കഴിഞ്ഞു. സുനയ്ക്ക് എനിക്കൊരു അവസരം തരണം സാറേ. അതൊക്കെ പോട്ടെ, ഞാൻ കാര്യം സാറേ, എന്റെ പഴയ സ്വഭാവങ്ങളൊക്കെ മാറി, ഞാൻ ഇപ്പൊ ഡീസന്റ് ആയി. കഴിഞ്ഞ സീസണിൽ സുന ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടല്ലോ. എങ്ങനെയായിരുന്നു കഴിഞ്ഞ സീസൺ കഴിഞ്ഞപ്പോ? പുറത്തോട്ട് ഇറങ്ങാൻ പറ്റൂല, എല്ലാരും ഓടി വന്ന് ഫോട്ടോ എടുപ്പും ബഹളവും ഒക്കെ ആയിരുന്നു. പക്ഷെ നാട്ടിലിറങ്ങിപ്പോ ഒരു പയ്യൻ ഒരു വൃത്തികെട്ട വാക്ക് എന്റെ അടുത്ത് പറഞ്ഞു. എന്താണ്? ഞാൻ വിടുവോ? ഞാൻ അവന്റെ തള്ളക്ക് വിളിച്ച്. എന്താണ് വാക്ക്? അവൻ പറയണേ, ഇപ്പൊ വലിയ സെലിബ്രിറ്റി ഒക്കെ ആയില്ലേന്ന്. ഞാൻ പറഞ്ഞു, നിന്റെ തള്ളയാണ്ടാ സെലിബ്രിറ്റി. വീട്ടിലെ കറണ്ട് ബില്ല് അടച്ചായിരുന്നു. പട്ടിയെ കുളിപ്പിച്ചായിരുന്നോ? പട്ടിക്ക് ചോറ് കൊടുത്തായിരുന്നോ? വണ്ടി കഴുകിയോ? വല്ലപ്പോഴും ആ വീട്ടിലോട്ടൊന്ന് വന്നായിരുന്നെ ഇങ്ങനെ ഒറ്റ ശാസ്ത്രത്തിൽ ചോദിച്ച് ബുദ്ധിമുട്ട് ഒഴിവാക്കാമായിരുന്നു. എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ. എന്താ പേര്? ഗിരിജ വല്ലഭൻ. ഈ ഗിരിജ ആരാണ്? ഞാൻ. വല്ലഭനോ? നിങ്ങള്? എന്റെ പേര് വല്ലഭനാണ്. വല്ലവർ കൊടുക്കുന്ന പരിഗണനകളിൽ ഭർത്താവായി എനിക്കൊന്ന് തന്നൂടെ ഗിരിജ? പരിഗണിക്കാൻ പറ്റിയ ഒരാള്. ഞാനേ ഈ ഹോസ്റ്റലിലെ മേറ്റനാണ്. എനിക്കിവിടെ കുറെ കൊച്ചുങ്ങളുണ്ട്, അതുങ്ങളെ നോക്കണം. വീട്ടിൽ കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ നോക്കാൻ. അതുകൊണ്ടല്ലേ വല്ലപ്പോഴെങ്കിലും വീട്ടിലോട്ടൊന്ന് വരണമെന്ന് പറഞ്ഞു. അനാവശ്യം പറയരുത്. നിനക്കത് അനാവശ്യമായിരിക്കും, പക്ഷെ എനിക്കത് അത്യാവശ്യം. അനാവശ്യം പറഞ്ഞ മൂന്നയ്ക്ക് നല്ല കുത്തിയാൻ വെച്ചത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ദേഷ്യം വരുമ്പോഴെങ്കിലും ആ കൈ കൊണ്ട് എന്റെ ദേഹത്തൊന്ന് തൊടുകിരിച്ച്, അല്ല കൈ വെച്ച് എന്റെ ചെള്ളക്കെങ്കിലും ഒന്ന് അടി. നാളെ ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പിന് ഊട്ടി പോവാൻ നിൽക്കുന്നു. അയ്യോ ഞങ്ങൾ വരുന്നു ഹണിമൂണിന്. എന്നാ ഹണിമൂണിന്? 2 നാണമില്ലേടി നിനക്ക്? അവര് കല്യാണം കഴിഞ്ഞോളൂ, പുതുമോടിയാ, പുതു ചെറുക്കനാ. അവർക്ക് അവരുടെ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് അവരുടെ സന്തോഷത്തിനായിട്ട് ഹണിമൂണിന് അങ്ങ് പോകുന്നതിന് എന്നാ കുഴപ്പം? നിനക്ക് കൂട്ടില് ഞാനും ഉണ്ടാവും. ഞാൻ ഹണിമൂണിനാണ് പോകുന്നത്, അല്ല വൃത്തസദനത്തിലല്ല. വൃത്തസദനത്തിനല്ലടാ, ഞാനും പോയിട്ടുണ്ടോ. ഞാനും എന്റെ കെട്ടിയനുമായിട്ട് കല്യാണം കഴിച്ചതിന്റെ 3-ന്റെ അന്ന് കേട്ടോ, നീ കൂടെ കേൾക്കാനാ പറഞ്ഞേ. 3-ന്റെ അന്ന് ഞാനും എന്റെ കെട്ടിയനും കൂടെ നേരെ തേക്കടിക്ക് പോയി. തേക്കടി നേരെ വനത്തിലേക്ക് പോയ, വനത്തിലേക്ക്. അത് പോയത് ഹണിമൂണിനായിരിക്കില്ലേ? വനത്തിൽ കൊണ്ട് മിക്കവാറും ഇതിനെ കൊണ്ട് തള്ളാനായിരിക്കും പോയത്. എനിക്കാണ് കിട്ടേണ്ടത്. നിന്നെ കല്യാണം കഴിച്ച് വൈകുന്നേരം 3:30 മണിക്ക് നീ എന്റെ കാറിലോട്ട് കയറാൻ സമയപ്പം നീ നിന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചെന്ന് കരയുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, അച്ഛന്റെ അടുത്ത് സ്നേഹമുള്ള ഒരു പെണ്ണാണല്ലോ ഞാൻ കെട്ടി എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകണമെന്ന്. അങ്ങേരുടെ കണ്ണടയുന്നവരാ അല്ല, അങ്ങേരെ ജീവിതകാലം മുഴുവൻ നീ മുന്നിൽ നിന്നോട്ടെ, സ്നേഹം കിട്ടിക്കോട്ടെ എന്ന് കരുതി ഞാൻ ഇവിടെ കൊണ്ടാക്കിയത്. ഞാൻ ചെയ്ത് തെറ്റല്ല, അത് ഞാൻ ചെയ്തൊരു സൽക്കർമ്മമാണോ? അതെ, അച്ഛന്റെ അടുത്ത് സ്നേഹമുള്ള മക്കൾ അങ്ങനെ തന്നെ പോകുമ്പോ ആണ്. എനിക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചോട്ടെ. നീ ഉൾപ്പെടെ ഈ കല്യാണം കഴിഞ്ഞ് പോകുന്ന എല്ലാ പെമ്പിളടുത്താണ് എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത്. ഉച്ചയ്ക്ക് ഒരു 12:30-2:30 മണിക്കുള്ളിൽ മുഹൂർത്തം കഴിഞ്ഞ് താലികെട്ട് കഴിഞ്ഞിട്ട് നേരെ അവിടെയുള്ള തെങ്ങും തോപ്പ്, വാഴത്തോപ്പ്, ഇവിടെ എല്ലാം ഓടി നടന്ന് ഫോട്ടോഷൂട്ടിന് നിന്ന് വീഡിയോ ഷൂട്ടിങ് കഴിഞ്ഞ് വൈകുന്നേരം 3:30 ഈ വണ്ടിയിൽ കയറാൻ സമയം നിങ്ങൾക്കൊക്കെ എവിടുന്ന് വരണ്ട ഈ കണ്ണീര്? അതെ, വരൂല. പിന്നെ ഉള്ളില് സ്നേഹം വേണം. അത് മാത്രമല്ല, വീഡിയോ കാണുമ്പോ കുറച്ച് ഇമോഷണൽ കൂടും. അപ്പൊ ഞങ്ങൾ പൊട്ടി പോണതാണ്. പ്രഖ്യാപിച്ച് കഴിഞ്ഞില്ലെങ്കിൽ ഒരെണ്ണം എടുത്തെങ്കിൽ തരായിരുന്നു നിന്റെ അഭിനയത്തിന്.